ഹായ് എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ആയിട്ട് SSCയുടെ 2022 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് X% ഓഫ് 280 ഈക്വൽ ടു 15% ഓഫ് 240 പ്ലസ് 20% ഓഫ് 310. അപ്പോൾ എക്സിൻ്റെ കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ അറിയാം, X% ഓഫ് 280 ഈക്വൽ ടു 15% ഓഫ് 240 പ്ലസ് 20% ഓഫ് 310. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിലും പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഈ ബൈ 100 ആണ്, എക്സ് ബൈ 100 എന്നാണ് വരുന്നത്. അപ്പം എല്ലായിടത്തും ഉണ്ടാവും. നമുക്ക് കോമൺ ആയിട്ട് അതിനൊക്കെ ആദ്യമേ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി വരുന്നത് എക്സ് ഇൻറ്റു 280 ഈക്വൽ ടു 15 ഇൻറ്റു 240 പ്ലസ് 20 ഇൻറ്റു 310. അപ്പോൾ ഇതിലെല്ലാം നമുക്കൊരു 10 ക്യാൻസൽ ചെയ്യാം, 0 എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. വേറെ എന്തെങ്കിലും 2 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യാം. ഇതാകുമ്പോൾ എക്സ് ഇൻറ്റു 2 വെച്ച് 14, 15 ഇൻറ്റു 12 പ്ലസ് 10 ഇൻറ്റു 31. ഇനിയും 2 വെച്ച് പോവും. അത് 2 വെച്ച് ഇത് 7 ആവും, ഇത് 2 വെച്ച് 6 ആവും, 2 വെച്ച് 5 ആവും. ഓക്കെ, ഇത്ര തന്നെയാണ്. അപ്പം 7x ഈക്വൽ ടു 15 ഇൻറ്റു 6. 15 ഇൻറ്റു 6 എത്ര വരും? 60 പ്ലസ് 90 എന്ന് വരും, പ്ലസ് 31 ഇൻറ്റു 5 155 എന്ന് വരും. 55 അല്ലേ? 5 3s are 15. ഓക്കെ, 155. അപ്പോൾ 155 90 കൂടെ കൂട്ടുമ്പോഴത്തേക്കും 245 എന്ന് വരും. അതെ, 245. എക്സ് ഈക്വൽ ടു 245/7 വിച്ച് ഈസ് ഈക്വൽ ടു 321 വരും. ബാക്കി 35, 75 തരും. അപ്പോൾ ആൻസർ 75 എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ 35 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. 60% 5% ഓഫ് 350 മൈനസ് X% ഓഫ് 250 പ്ലസ് 40% ഓഫ് 120 ഈക്വൽ ടു 158. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, അല്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് തന്നിരിക്കുന്നതാണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിലും എല്ലാത്തിലുള്ള പോലെ 65% ഓഫ് 350 മൈനസ്, ഇപ്പം ക്വസ്റ്റ്യൻ നമുക്ക് X% ഓഫ് 250 പ്ലസ് 40% ഓഫ് 120 ഈക്വൽ ടു 158. അപ്പോൾ നമുക്ക് ഇതെല്ലാം ക്യാൻസൽ ചെയ്യാം. ഈ 158 കിടക്കുന്നിടത്ത് ഈ ഒരു ഭാഗത്ത് പെർസെൻറ്റേജ് ഇല്ല. അപ്പോൾ നമുക്കിവിടെ എല്ലാം ഡിവൈഡ് ചെയ്ത് കളഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് കൺസെപ്റ്റ് വെച്ചാൽ ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ആണ്. അപ്പം ഇത് വരുന്നത് ഇങ്ങനെയാണ്, 65/100 എന്നായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ X by 100 എന്നായിരിക്കും, ഇവിടെ 40/100 എന്നായിരിക്കും. ഇവിടെ അപ്പോൾ 158 ആണല്ലോ. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ടെല്ലാം 100 വെച്ച് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ ഇത് താഴത്തുള്ള ഡിനോമിനേറ്റർ ക്യാൻസലായി പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് വരും? ഒരു 100 വരുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് അടുത്ത് ചെയ്യുന്നത് 65 ഇൻറ്റു 350 മൈനസ് എക്സ് ഇൻറ്റു 250 പ്ലസ് 40 ഇൻറ്റു 120 ഈക്വൽ ടു 15800 എന്നാവും. നമുക്കിതിലെല്ലാം ഒരു 0 ക്യാൻസൽ ചെയ്യാം. ഇത് 0 0 0 0. ഇനി എല്ലാം 5 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 വെച്ച് 7 ടൈംസ്, 5 വെച്ച് 5 ടൈംസ്, 5 വെച്ച് 8 ടൈംസ്, 5 വെച്ച് 3s are 15, 1 ബാക്കി റിമൈൻഡർ 3, 6 അല്ലേ, 50. ഓക്കെ, അടുത്ത് ഇനി എന്താ ക്യാൻസൽ ചെയ്യാൻ പറ്റും നമുക്കിതിൽ? ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 65 ഇൻറ്റു 7 മൈനസ് 5x പ്ലസ് 8 ഇൻറ്റു 12 ഈക്വൽ ടു 316. നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. 65 ഇൻറ്റു 7 എത്ര? 65 ഇൻറ്റു 7 66 വരും, 40 420 പ്ലസ് 35 455 മൈനസ് 5x പ്ലസ് 80 പ്ലസ് 16 96 ഈക്വൽ ടു 318. നമ്മൾ കൂട്ടുമ്പോൾ 455 പ്ലസ് 96 15 551 മൈനസ് 5x ഈക്വൽ ടു 318. ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പം 5x അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും 551 മൈനസ് 318 ഈക്വൽ ടു 5x. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ
551 minus 318 3 3 2 കറക്റ്റ് അല്ലേ? 11 എന്ന് പോകുമ്പോഴത്തേക്കും 3 4 എന്ന് പറയുമ്പോൾ 4 3 2 ഓക്കെ. 233 equal to 5x, x equal to divided by 5. 233 divided by 5, 4 are 20, 33, 30 divided by 3, 0.0, 46.6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലീസ്റ്റ്? അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്നത് ഇപ്പം 12% ഓഫ് 625 ആണോ, 15% ഓഫ് 555 ആണോ, 10% ഓഫ് 720 ആണോ, 9% ഓഫ് 945 ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കണം. അപ്പോൾ നമ്മളിതെല്ലാം സോൾവ് ചെയ്യാൻ നിന്നാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. 12% ഓഫ് 625 തന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. 15% ഓഫ് 555, 10% ഓഫ് 720, 9% ഓഫ് 845. ഓക്കെ, അപ്പോൾ നമ്മളാദ്യം ചെയ്യേണ്ട എല്ലാത്തിനെയും ഫസ്റ്റ് ലെറ്റർ നോക്കുക. 12 ഇൻറ്റു ഫസ്റ്റ് ഡിജിറ്റ്, 12 ഇൻറ്റു 6 എത്രയും നോക്കുക, 15 ഇൻറ്റു 5 എത്രയും നോക്കുക, 10 ഇൻറ്റു 7 എത്രയും നോക്കുക, 9 ഇൻറ്റു 8 എത്രയും നോക്കുക. അപ്പം ഇത് 60, 72, ഇത് 75, ഇത് 70, 72. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് കിട്ടിയത് ഇതാണ് ലീസ്റ്റ്. അപ്പോൾ നമുക്കിത് പറയാം, ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. 10% ഓഫ് 720. തേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ല തേർഡ് ഓപ്ഷൻ ആയിരിക്കും ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഫ്രാക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് 95, എ ഈസ് മീൻസ് 90 equal to 95/100 ഓഫ് ബി, ദെൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് എ ഈസ് ബി? നമുക്ക് കണ്ടു വാട്ട് പെർസെൻറ്റേജ് ഓഫ് എ ഈസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കഴിഞ്ഞ് വരുന്നത് എ അല്ലേ, അപ്പോൾ ആ എ താഴെ ബി, വാട്ട് പെർസെൻറ്റ്, അപ്പോൾ ഇൻറ്റു 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഇങ്ങനെ, എ ബൈ ബി ഈക്വൽ ടു എത്ര കിട്ടും? 95/100. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 19/20 എന്ന് കിട്ടും. എയുടെ റേഷ്യോ 9, ബിയുടെ റേഷ്യോ 20 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിക്ക് എന്ത് കൊടുക്കാം? 20, എക്ക് 90 ഇൻറ്റു 100. അപ്പോൾ എന്ത് വരും? 200/19 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 119, 10 പോവില്ല, 0 എടുക്കുക. 200 അല്ലല്ലോ, 2000 അല്ലേ വരുന്നത്. ഓക്കെ, ഒരു 0 കൂടെ കൊടുക്കുക. നമുക്ക് അത്രയും 19 ഇൻറ്റു 5 എത്രയെന്ന് വരും? 95 എന്ന് വരും. ബാക്കി എത്ര? 5 എന്ന് വരും. ആൻസർ ദെയർഫോർ 105, 9/19 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെഷനിൽ പറയുന്നത് പെർസെൻറ്റേജിൽ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെഷനിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.